Okay ആണോ? This call is now being recorded. Okay, thank you. So in between എന്തെങ്കിലും സൗണ്ടിലോ സ്ക്രീനിലോ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം, കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്തോട്ടെ. Okay. Okay. So in the last class we just started OSI reference model, that is ISO OSI reference model. ISO means the standarding organization ISO. OSI means Open System Interconnect. Okay. So examine വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു OSI റെഫറൻസ് മോഡൽ. സോ ശ്രദ്ധിച്ചിരിക്കുക, ഇതിലുള്ള ഡിഫറെൻറ്റ് ലെയേഴ്സ് ആൻഡ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദോസ് ലെയേഴ്സ്. ഓക്കെ, അത് ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ സുഖമായിട്ട് മീൻസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് 9 മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. So ISO OSI reference model. So this ISO OSI reference model, OSI means Open System Interconnect. What is open system? Open system is a system which is ready to accept connection with the other systems. Okay, through the network മറ്റ് ഡിവൈസുകളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് സിസ്റ്റംസുമായിട്ട് കണക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇൻട്രാക്ട് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുക. സോ അങ്ങനെയുള്ള ഓപ്പൺ സിസ്റ്റത്തിനെ ഇന്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെഫറൻസ് മോഡലാണ് ഈ ഒരു ISO OSI റെഫറൻസ് മോഡൽ. ഓക്കെ, സോ വൈൽ ഡിസൈനിങ് എ നെറ്റ്വർക്ക് the designers must refer some basic model. Okay, so that kind of a basic reference model is this ISO OSI reference model. Okay, then this ISO OSI reference model include 7 layers. And why we choose 7 layers? It's because of some or some properties, and that include well-defined abstraction, well-defined function, and minimize the information flow in interfaces. ഓക്കെ, ഈ 3 കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ 7 ലെയേഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് ഇവിടെ എത്തിയത്. ഓക്കെ, ദെൻ വെൽ ഡിഫൈൻഡ് അബ്സ്ട്രാക്ഷൻ, ഓരോ ലെയറിനും ഒരു വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ നമ്മൾ ഓൾറെഡി ഇന്റർഫേസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റർഫേസിന്റെ ഇടയിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ മിനിമം ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ റീപ്ലേസ് ചെയ്യാനും ഒക്കെ ഒരു ടെക്നോളജിയെ മറ്റൊരു ടെക്നോളജിയായിട്ട് റീപ്ലേസ് ചെയ്യാനൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് 7 ലെയേഴ്സ് എന്നുള്ള കൺസെപ്റ്റിലോട്ട് എത്തിയത്. ഓക്കെ, സോ വാട്ട് ആർ ദ ലെയേഴ്സ്? ദ ലെയേഴ്സ് ഇൻക്ലൂഡ് ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. ഇതേ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം ഈ ഓർഡറിൽ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 9 മാർക്കിന് ചോദിച്ചാൽ ഒരു 4 മാർക്കിനുള്ള പാർട്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറയാം. സോ ഈ ഒരു ഓർഡറിൽ തെറ്റാതെ ലെയേഴ്സിന്റെ പേര് ഓർമ്മിച്ച് വെക്കുക. അത് ഓർമ്മിച്ച് വെക്കാനും ഒരു മെക്കാനിസം ഞാൻ പറയാം, അത് ഏറ്റവും ലാസ്റ്റ് പറയാം. സോ ഈ ഒരു 7 ലെയേഴ്സിന്റെ പേര് ഇതേ ഓർഡറിൽ ആലോചിച്ചാൽ നിങ്ങൾക്ക് ഒരു 9 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 4 മാർക്സ് എങ്കിലും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ഓരോ ലെയേഴ്സ് എന്താണ്, ആ ലെയേഴ്സിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫിസിക്കൽ ലെയർ. ഫിസിക്കൽ ലെയർ എന്തായിരുന്നു ഡീൽ ചെയ്യുന്നത്? ഫിസിക്കൽ ലെയർ ഡീൽ ചെയ്യുന്ന ഏറ്റവും മിനിമം ഡാറ്റ യൂണിറ്റ് എന്താണ്? ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്.
Bits. Okay. Okay, Anaga. So the physical layer deals with bits. Okay. And the data link layer deals with frames. Okay. Then network layer deals with പാക്കറ്റ്സ്. ഓക്കെ. സോ ഈ ടേം എന്തായാലും ആലോചിക്കുക. നിങ്ങൾ ഒരു എസ് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ISO റെഫറൻസ് മോഡലിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ലെയേഴ്സിനെ പറ്റി എഴുതുന്ന സമയത്ത് ഫിസിക്കൽ ലെയർ എന്ന് എഴുതുകയാണെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ട് അതിനകത്ത് ഫസ്റ്റ് വരേണ്ട പോയിന്റ് ബിറ്റ്സ് ആണ്, ഡാറ്റാ ലിങ്ക് ലെയറിന്റെ ഫസ്റ്റ് വരേണ്ട പോയിന്റ് ഫ്രെയിംസ് ആണ്, നെറ്റ്വർക്ക് ലെയറിന്റെ പാക്കറ്റ്സ് ആണ്. ബാക്കിയുള്ള ഓരോ ലെയറിലും എന്താണെന്നുള്ളത് ഞാൻ പറയാം. സോ ഇത്രയും ബേസിക് കാര്യം ആദ്യം മനസ്സിലാക്കുക. Then first one, physical layer. Physical layer deals with the raw bits of data. Okay, and this specifies the electrical and mechanical specification of data. ഒരു ഡാറ്റയുടെ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്പെസിഫിക്കേഷൻ ആണ് ഇത് മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഡാറ്റയെ ബിറ്റ്സിന്റെ ഫോമിലാണ് ഡീൽ ചെയ്യുന്നത്. ദെൻ വാട്ട് ആർ ദ ഡിസൈൻ ഇഷ്യൂസ്? അതായത് നമ്മളിവിടെ 1 സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ആയിട്ട് തന്നെ റിസീവറോട്ട് എത്തണം. വിച്ച് മീൻസ് ഇറർ ഇല്ലാത്ത രീതിയിൽ 1നെ 1 ആയിട്ട് തന്നെ തൊട്ടടുത്ത മെഷീനിലെ ഫിസിക്കൽ ലെയറിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഡിസൈൻ ഇഷ്യൂ. ഓക്കെ. ആൻഡ് വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ദിസ് ഫിസിക്കൽ ലെയർ? ഇറ്റ് ഇൻക്ലൂഡ് ഡാറ്റ റേറ്റ് മാനേജ്മെന്റ്, മീൻസ് എത്ര റേറ്റിലാണ് ഡാറ്റ മീൻസ് സെൻഡ് ചെയ്യേണ്ടത്. ദ റെപ്രസെന്റേഷൻ ആൻഡ് സിങ്ക്രണൈസേഷൻ ഓഫ് ബിറ്റ്. ഈ ബിറ്റിനെ കറക്റ്റ് ആയിട്ട് എങ്ങനെ സിങ്ക്രണൈസ് ചെയ്ത് റിസീവർ സൈഡിലോട്ട് എത്തിക്കാം. കാരണം അങ്ങനെ കറക്റ്റ് സിങ്ക്രണൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ 1 സെൻഡ് ചെയ്താൽ 1 ആയിട്ട് തന്നെ അവിടെ എത്തുള്ളൂ. അല്ലെങ്കിൽ റോങ് ആയി പോയിട്ട് പിന്നെ സെൻഡ് ചെയ്ത് 0 ഒക്കെ അവിടെ എത്തിയെന്ന് വരാം. സോ ദ സിങ്ക്രണൈസേഷൻ പാർട്ട് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദീസ് ആർ ദ ഫങ്ഷണാലിറ്റീസ് ഓഫ് ഫിസിക്കൽ ലെയർ. സോ നിങ്ങൾ ഈ ഫിസിക്കൽ ലെയറിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഫിസിക്കൽ ലെയർ ഡീൽസ് വിത്ത് റോ ബിറ്റ്സ് ഓഫ് ഡാറ്റ. ദാറ്റ് മീൻസ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്പെസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. And what is the design issue? If we send 1, that should be reached in the destination as 1 itself. It cannot be changed as, or it should not be changed as. So what are the duties? Their duties include the data rate management, representation and synchronization of bits. Okay. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫിസിക്കൽ ലെയറിന് അണ്ടറിൽ നിന്ന് എഴുതേണ്ടത്. ഇതിൽ തന്നെ റോ ബിറ്റ്സ് ഓഫ് ഡാറ്റ നിങ്ങൾ എന്താ പറയുക ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് തന്നെ എഴുതുക. സെക്കൻഡ് വൺ, ഡാറ്റ ലിങ്ക് ലെയർ. As said, the data link layer deals the data in the form of frames. ഫ്രെയിംസിന്റെ രീതിയിലാണ് ഡാറ്റയെ ഡീൽ ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് ഫ്രെയിം? ഫ്രെയിംസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ബൈറ്റ്സുകൾ ചേർന്നിട്ടാണ് ഒരു ഫ്രെയിം ഉണ്ടാവുക. കുറേ ബിറ്റുകൾ ചേർന്ന ഒരു ബൈറ്റ് ഉണ്ടാവുന്നു. അങ്ങനെയുള്ള ലാർജ് നമ്പർ ഓഫ് ബൈറ്റ്സുകൾ ചേർന്നിട്ടാണ് ഒരു ഫ്രെയിം ഉണ്ടാവുക. ആൻഡ് ദ എമൗണ്ട് ഓഫ് ബൈറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നെറ്റ്വർക്ക്. അതായത് നെറ്റ്വർക്ക് ടു നെറ്റ്വർക്ക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഏത് ടൈപ്പ് മെസ്സേജാണ് അയക്കുന്നതിനനുസരിച്ചിട്ട് ഈ ഫ്രെയിംസിൻ്റെ അകത്ത് എത്ര ബൈറ്റ് ഉണ്ടാവണം എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ബട്ട് ബേസിക് ഐഡിയ മനസ്സിലാക്കുക. ദിസ് ഫ്രെയിംസ് ഇൻക്ലൂഡ് എ ലാർജ് നമ്പർ ഓഫ് ബൈറ്റ്സ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ദിസ് ഡാറ്റ ലിങ്ക് ലെയർ? ദ ഡാറ്റ ലിങ്ക് ലെയർ ഡ്യൂട്ടീസ് ആർ ഫ്രെയിമിങ്. നമുക്കറിയാം ഇത് ഫ്രെയിംസ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. സോ ബൈറ്റ്സിനെ കുറേ ബൈറ്റ്സുകൾ ചേർന്നിട്ട് ഒരു ഫ്രെയിം ആക്കി മാറ്റുക. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ, എത്ര ബൈറ്റുകൾ ചേർന്നിട്ടാണ് ഒരു ഫ്രെയിം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ഫ്രെയിംസിന് ഉണ്ടാക്കുക. അതാണ് ഒരു ഡ്യൂട്ടി. ഫ്ലോ കൺട്രോൾ ആൻഡ് ഇറർ കൺട്രോൾ. ദെൻ ഫിസിക്കൽ അഡ്രസ്സിങ്. ഫ്ലോ കൺട്രോൾ എന്താണെന്ന് അറിയാം, ഇറർ കൺട്രോൾ എന്താണെന്ന് അറിയാം. ഫ്ലോ കൺട്രോൾ മീൻസ് എത്ര ഫ്ലോയിലാണ് ഡാറ്റ അയക്കുന്നത്, മീൻസ് സെൻഡറിന് റിസീവറിലോട്ട് എത്ര സ്പീഡിൽ എത്ര ബൈറ്റ്സ് എത്തിയ സെക്കൻഡ് അയക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കൺട്രോളാണ് ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത്. ഇറർ കൺട്രോൾ മീൻസ് ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് എന്താണ് ഇറർ കൺട്രോൾ. സോ ഈ ഫ്ലോ കൺട്രോൾ, ഇറർ കൺട്രോൾ, ഫിസിക്കൽ അഡ്രസ്സിങ്, ഫ്രെയിമിംഗ് എന്നൊക്കെയാണ് ഡാറ്റ ലിങ്ക് ലെയേഴ്സിന്റെ ഡ്യൂട്ടീസ്. ദെൻ മേക്ക് ദ അപ്പർ ലെയർ ആൻഡ് ലോവർ ലെയർ ഇറർ ഫ്രീ. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇറർ കൺട്രോൾ എന്നുള്ള മെക്കാനിസം തന്നെ അപ്പർ ലെയറും ലോവർ ലെയറിന്റെ ഇടയിൽ ഇറർ ഫ്രീ ആയിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതും ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഉത്തരവാദിത്തമാണ്. ആൻഡ് ദ ഡിസൈൻ ഇഷ്യൂസ് ഇൻക്ലൂഡ് ഫ്ലോ കൺട്രോൾ ആൻഡ് ഇറർ കൺട്രോൾ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റ ലിങ്ക് ലെയറിന്റെ അണ്ടറിൽ നിങ്ങൾ എഴുതേണ്ടത്. സോ ഇവിടെയും ഫ്രെയിംസ് എന്നുള്ളത് എഴുതിയിട്ട് അതിനൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, സോ ദ ഡാറ്റ ലിങ്ക് ലെയർ ഡീൽസ് ദ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ഫ്രെയിംസ് and its functionalities include framing, flow control, error control and physical addressing. ഇതാണ് ഡാറ്റ ലിങ്ക് ലെയർ. തേർഡ് ലെയർ ഈസ് നെറ്റ്വർക്ക് ലെയർ. The network layer controls the operation of subnet. Subnet എന്താണെന്ന് നമുക്കറിയാം. സബ്നെറ്റിൻ്റെ അകത്തുള്ള 2 പാർട്സ് ആയിരുന്നു, ട്രാൻസ്മിഷൻ ലൈൻസും സ്വിച്ചിങ് എലമെന്റ്സും. ഓക്കെ, അങ്ങനെയുള്ള സബ്നെറ്റിന്റെ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് ലെയർ. ഹിയർ ഇറ്റ് ഡീൽസ് ദ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് പാക്കറ്റ്സ്. ഈ നെറ്റ്വർക്ക്
വരുന്ന ഡിവൈസ് ആണ് റൂട്ട്. ഈ നെറ്റ്വർക്ക് ലെയറിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ഇഷ്യൂ ആണ് റൂട്ടിംഗ്. റൂട്ടിംഗ് മീൻസ് ഹൗ ടു ട്രാൻസ്ഫർ ദ മെസ്സേജ് ടു ദ ഡെസ്റ്റിനേഷൻ പ്രോപ്പർലി. ഇങ്ങനെയാണ് റൂട്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസൈൻ ഇഷ്യൂ ആയിട്ടുള്ള റൂട്ടിംഗ്. ആൻഡ് ദർ ആർ 2 types of routing, static and dynamic. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് തേർഡ് മൊഡ്യൂൾ പഠിക്കാം. ദെൻ ഇറ്റ്സ് ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് റൂട്ടിംഗ് ആൻഡ് ലോജിക്കൽ അഡ്രസ്സിംഗ്. സോ ഇവിടെയും ഈ പറയുന്ന പോലെ നെറ്റ്വർക്ക് ലെയർ ഡീൽസ് വിത്ത് പാക്കറ്റ്സ് ആണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. സബ്നെറ്റിന്റെ ഫംഗ്ഷനാലിറ്റി ഓപ്പറേഷൻ ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ യൂസ് ചെയ്യുന്ന മേജർ ഡിവൈസ് ആണ് റൂട്ടർ. ആൻഡ് ഡിസൈൻ ഇഷ്യൂസ്, ഏറ്റവും വലിയ ഡിസൈൻ ഇഷ്യൂ ആണ് റൂട്ടിംഗ് ആണ് ചൂസ് ചെയ്യേണ്ടത്. സ്റ്റാറ്റിക് ആണോ ഡൈനാമിക് ആണോ? ഡൈനാമിക് ആണെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് പല തരത്തിലുള്ള റൂട്ടിങ്സ് ഉണ്ട്. അതിൽ ഏത് റൂട്ടിംഗ് അതുപോലെ ചൂസ് ചെയ്യണം. ഇതൊക്കെയാണ് ഈ നെറ്റ്വർക്ക് ലെയറിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഡിസൈൻ ഇഷ്യൂ. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇൻ ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്ക് ദ നെറ്റ്വർക്ക് ലെയർ ഈസ് വെരി തിൻ. വൈ? ബ്രോഡ്കാസ്റ്റ് എന്താണെന്നറിയാം. ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്കിൻ്റെ അകത്ത് നെറ്റ്വർക്ക് ലെയർ വളരെ തിന്നായിരിക്കും. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, നെറ്റ്വർക്ക് ലെയറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ഇൻ ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്ക് ദ നെറ്റ്വർക്ക് ലെയർ പാർട്ട് ഈസ് വെരി തിൻ. വൈ? ജസ്റ്റ് നിങ്ങളെ ഐഡിയ ഒന്ന് പറയൂ. ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്കിനകത്ത് നെറ്റ്വർക്ക് ലെയർ വളരെ തിൻ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ജസ്റ്റ് നിങ്ങൾ ഐഡിയ പറഞ്ഞാൽ മതി. അത് കറക്റ്റ് ആയിക്കോട്ടെ തെറ്റിക്കോട്ടെ ഒന്നും വിഷയമില്ല. ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നെറ്റ്വർക്ക് ലെയറിന്റെ ഫംഗ്ഷനും നിങ്ങൾക്കറിയാം. സോ വാട്ട് ഈസ് വൈ ദ നെറ്റ്വർക്ക് ലെയർ പാർട്ട് ഈസ് വെരി തിൻ ഇൻ ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്ക്? നിങ്ങൾ ഐഡിയ ഉണ്ടോ? റൂട്ടിംഗ് ഈസ് ലെസ്. യെസ്, ഓക്കെ ഓക്കെ റൈസ, അത് തന്നെയാണ് ആൻസർ. റൈസ പറഞ്ഞ പോലെ തന്നെ റൂട്ടിംഗ് എന്നുള്ള കൺസെപ്റ്റിന് ഇവിടെ വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം എന്താ, ബ്രോഡ്കാസ്റ്റിന്റെ കേസിൽ പ്രത്യേക ഡയറക്ഷനിൽ ഇന്ന ഡെസ്റ്റിനേഷനോട്ട് മാത്രമായിട്ടൊരു പാക്കറ്റ് കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. ബ്രോഡ്കാസ്റ്റ് മീൻസ് എല്ലാവർക്കും അത് കിട്ടും. അല്ലാതെ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഓക്കെ ഇന്നേ പാത്ത് വഴി ഇന്നേ റൂട്ട് വഴി ഇന്നേ റൂട്ടർ വഴി ഇന്നേ വഴി പോയിട്ട് മാത്രം നമുക്ക് ഇന്ന ആൾക്കാർക്ക് മാത്രം എത്തണം എന്നുള്ള ഒരു റൂട്ടിംഗ് അവിടെ ആവശ്യമില്ല. കാരണം എന്താ, ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അത് കിട്ടും. സോ ദർ ഈസ് നോ നീഡ് ഓഫ് സച്ച് പ്രോപ്പർ റൂട്ടിംഗ് ഓർ റൂട്ടിംഗ് അൽഗോരിതം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഇന്ന റൂട്ടർ വഴി പോയിട്ട് അവിടെ എത്തണം എന്ന് പറയേണ്ട, ഇന്നേ പ്രോപ്പർ ഡെസ്റ്റിനേഷനോട്ട് എത്തണം എന്നില്ല. ബ്രോഡ്കാസ്റ്റ് മീൻസ് എല്ലാവർക്കും, ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അത് കിട്ടും. സോ റൂട്ടിംഗ് പാർട്ട് ഇവിടെ വളരെ ലെസ് ആണ്. ദാറ്റ്സ് വൈ ദ നെറ്റ്വർക്ക് ലെയർ ഈസ് വെരി തിൻ ഇൻ ദ കേസ് ഓഫ് ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്ക്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ഒന്ന് ആലോചിച്ചേക്കുക. മേ ബി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അങ്ങനെ ചോദിക്കാം. Okay, the next layer is transport layer. The transport layer accepts data from the above. അതായത് തൊട്ട് മുകളിൽ നിന്നുള്ള ലെയറിന്, അതായത് തൊട്ട് മുകളിൽ ലെയർ എന്താണ്? ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ. സെഷൻ ലെയറിൽ നിന്നുള്ള ഡാറ്റയെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ ഡിവൈഡ് ചെയ്യുന്നു, തൊട്ട് താഴെയുള്ള ലെയറിലോട്ട് കൊടുക്കുന്നു. അതാണ് മെയിൻ ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി. ഓക്കെ, സോ ഇവിടെ നമ്മൾ 2 പ്രോട്ടോകോൾസ് മെയിൻലി യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് TCP ആൻഡ് UDP. നമുക്ക് ഓൾറെഡി TCP ആൻഡ് UDP നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ലാബ് എക്സ്പെരിമെന്റും TCP വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. സോ അങ്ങനെയുള്ള TCP പ്രോട്ടോകോൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന ലെയർ ആണ് ട്രാൻസ്പോർട്ട് ലെയർ. ഓക്കെ, ദെൻ ഇതിന്റെ ഏറ്റവും സെഗ്മെന്റേഷൻ. സെഗ്മെന്റേഷൻ മീൻസ് തൊട്ട് മുകളിൽ നിന്ന് വരുന്ന പാക്കറ്റ്സിനെ ഡിവൈഡ് ചെയ്യുക, സെഗ്മെന്റ് ആക്കുക, താഴെ ലെയറിൽ കൊടുക്കുക. ദെൻ റിസീവർ മെഷീൻ എത്തിക്കഴിഞ്ഞാൽ തൊട്ട് താഴെ വരുന്ന ലെയറിൻ്റെ അകത്ത് നമ്മൾ എടുത്തിട്ട് അതിനെ റീഅസംബിൾ ചെയ്യുക, എന്നിട്ട് തൊട്ട് മുകളിലുള്ള ലെയറിൽ കൊടുക്കുക. ഓക്കെ, ദെൻ ഫ്ലോ കൺട്രോൾ ആൻഡ് ഇറർ കൺട്രോൾ, കണക്ഷൻ കൺട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി. സോ ട്രാൻസ്പോർട്ട് ലെയർ ആലോചിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, തൊട്ട് മുകളിൽ നിന്നുള്ള ലെയറിൽ നിന്ന് ഡാറ്റ എടുക്കുന്നു, സെഗ്മെന്റ് ചെയ്യുന്നു, കറക്റ്റ് ഫ്ലോ കൺട്രോൾ, ഇറർ കൺട്രോൾ, കണക്ഷൻ കൺട്രോൾ മെക്കാനിസം ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് തൊട്ട് താഴെയുള്ള ലെയറിൽ കൊടുക്കുന്നു. ഓൾസോ ഇൻ ദ റിസീവർ മെഷീൻ ഇതിന്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ദിസ് ഈസ് അബൌട്ട് ട്രാൻസ്പോർട്ട് ലെയർ. ഓക്കെ, ദെൻ സെഷൻ ലെയർ. സെഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
The session layer allows users on different machine to establish സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ സെഷൻ ലെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഒന്ന് രണ്ട് ലെയർ തമ്മിൽ അല്ലെ ഒന്ന് രണ്ട് മിഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലെയറിന്റെ ഇടയിൽ ഒരു സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. എന്താ സെഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും വെബ്സൈറ്റ് കോഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? PHP ഒന്നും യൂസ് ചെയ്തിട്ട് എനിവൺ? വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യോ അതിനകത്ത് ലോഗിൻ മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു സെഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നിങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യും. ഈവൺ PHP-യിലാണ്, PHP-യിലുണ്ട്. ആ സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. നിങ്ങൾ എപ്പോഴാണോ ലോഗ് ഔട്ട് ചെയ്യുന്നത് അതുവരെ ആ സെഷൻ ആക്റ്റീവ് ആയിരിക്കും. ഇനി നിങ്ങൾ ചില വെബ്സൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കുറേ സമയത്തേക്ക് നിങ്ങൾ ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് സെഷൻ എക്സ്പയർഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോഗ് ഔട്ട് ആവും. ഓക്കെ, അതൊക്കെ ഓരോ ഫംഗ്ഷനാലിറ്റിയാണ്. സോ സെഷൻ മീൻസ് ആ ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് മിഷൻസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ തമ്മിൽ ഒരു സെഷൻ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്നിട്ടാണ് ഡാറ്റ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റിയുള്ള ലെയറാണ് സെഷൻ ലെയർ. ഓക്കെ, ദെൻ ദ പ്രസന്റേഷൻ ലെയർ. സോ ഈ സെഷൻ ലെയറിൽ നിങ്ങൾ കീവേഡായിട്ട് ആലോചിക്കേണ്ട കാര്യം എസ്റ്റാബ്ലിഷ് സെഷൻ. നെക്സ്റ്റ് വൺ പ്രസന്റേഷൻ ലെയർ. പ്രസന്റേഷൻ ലെയറിൽ നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ട കീവേഡ് സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ്. സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ് എന്നുള്ള കീവേഡാണ് പ്രസന്റേഷൻ ലെയറിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്. സോ ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡാറ്റയുടെ സിൻടാക്സ് എന്താണ്, സെമാൻറ്റിക്സ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അകത്തുള്ള എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ അങ്ങനെ എല്ലാ ഓപ്പറേഷനും പെർഫോം ചെയ്യുന്ന ലെയറാണ് പ്രസന്റേഷൻ ലെയർ. വിച്ച് മീൻസ് ഡാറ്റ കംപ്രഷൻ, അതിനെ എക്സ്പാൻഡ് ചെയ്യുക, എൻക്രിപ്റ്റ് ചെയ്യുക, ഡീക്രിപ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ ഓപ്പറേഷനും പെർഫോം ചെയ്യുന്ന ലെയറാണ്, ഒരു ഹയർ ലെവലിലുള്ള ലെയറാണ് പ്രസന്റേഷൻ ലെയർ. സോ ദ പ്രസന്റേഷൻ ലെയറിനെ പറ്റിയുള്ള കീ പോയിന്റ് സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ് ഓഫ് ഡാറ്റ. ഇത് ആലോചിച്ച് വെക്കുക. ഇവിടെയാണ് കംപ്രസ് ചെയ്യുന്നതും എക്സ്പാൻഡ് ചെയ്യുന്നതും എൻക്രിപ്റ്റ് ചെയ്യുന്നതും ഡീക്രിപ്റ്റ് ചെയ്യുന്നതും. വിച്ച് മീൻസ് എൻക്രിപ്റ്റ് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു, എന്നിട്ടായിരിക്കും അയക്കുന്നുണ്ടാവുക. റിസീവർ സൈഡിൽ എത്തുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ ഡീക്രിപ്റ്റ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ലെയറാണ് പ്രസന്റേഷൻ ലെയർ. ആൻഡ് ഫൈനലി ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയർ ഏറ്റവും ടോപ്പിലുള്ള ലെയറാണ്. ഇറ്റ് കണ്ടെയ്ൻസ് എ വെറൈറ്റി ഓഫ് പ്രോട്ടോകോൾ. ഇറ്റ്സ് എ യൂസർ ലെവലുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, ഇതിൻ്റെ ഡ്യൂട്ടീസ് മെയിൽ സർവീസ്, ഫയൽ ട്രാൻസ്ഫർ, റിമോട്ട് ആക്സസ്, അങ്ങനെയുള്ള എല്ലാ ഹയർ ലെയറിലുള്ള പ്രോട്ടോകോൾസും ഉണ്ടാവുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ലെയറിലായിരിക്കും. ഇവിടെയുള്ള പ്രോട്ടോകോൾസിന് എക്സാമ്പിളാണ് HTTP, HTTPS, FTP എന്നൊക്കെയുള്ള പ്രോട്ടോകോൾസ് ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ലെയറിന്റെ എക്സാമ്പിളാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ഓരോ ലെയറിന്റെയും അണ്ടറിൽ എഴുതേണ്ടത്. സോ സെഷൻ ലെയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ള കീവേഡ് ആലോചിക്കുക. പ്രസന്റേഷൻ ലെയറിൽ സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ് എന്നുള്ള പോയിന്റ് ആലോചിക്കുക. ആപ്ലിക്കേഷൻ ലെയർ ഹയർ ലെയർ പ്രോട്ടോകോൾ ആണ്, യൂസറുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്ന ലെയർ ആണ് എന്ന് ആലോചിക്കുക. ഇത്രയാകുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ ഒരു essay ആയി. ബട്ട് ഒരു പാർട്ട് കൂടി ബാക്കിയുണ്ട്, അത് ഈ ഒരു ഫിഗർ വരയ്ക്കുന്നതാണ്. ഫിഗർ എന്താണ്? രണ്ട് മിഷൻസിനെയാണ് കാണിച്ചിട്ടുള്ളത്. ഒരു മിഷൻ, ഇത് രണ്ടാമത്തെ മിഷൻ, ഹോസ്റ്റ് എ ഹോസ്റ്റ് ബി. ഈ ഹോസ്റ്റ് എൻ്റെയും ഹോസ്റ്റ് ബിൻ്റെ ഇടയിലുള്ള ഫിഗർ വരയ്ക്കുക. ഇത് നിങ്ങളുടെ സിമ്പിൾ ഫിഗർ ആണ്. ഇതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്, നിങ്ങൾ ആ ഒരു 7 പേര് പഠിച്ചു കഴിഞ്ഞാൽ, 7 ലെയേഴ്സിന്റെ പേര് കറക്റ്റ് ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് ഈ ഒരു ഫിഗറും കൂടി നോക്കിയിട്ടാണ്. ആ 7 ലെയർ ജസ്റ്റ് ഇവിടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സെയിം 7 ലെയർ തന്നെ ഇപ്പുറത്ത് എഴുതി, എന്നിട്ട് അത് നമ്മൾ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കുന്നത് മാത്രമാണ് ഈ ഫിഗർ. ഇത്രയും വലിയ ഫിഗർ ആണെങ്കിൽ പോലും സംഭവം അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഒരു ലെയർ, അതായത് ഹോസ്റ്റ് എയുടെ 7 ലെയേഴ്സ്, ഹോസ്റ്റ് ബിയുടെ 7 ലെയേഴ്സ്. അതിൻ്റെ ഇടയിൽ നമ്മൾ സബ്നെറ്റ് വഴിയാണല്ലോ ഇത് ഡാറ്റ അയക്കുന്നത്. സോ ആ ഒരു സബ്നെറ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു സബ്നെറ്റിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് റൂട്ടേഴ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അവിടെയും ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുവഴിയുള്ള പ്രോട്ടോകോൾസ് ആണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. ദെൻ സെയിം ടൈപ്പ് ലെയർ ഉണ്ടല്ലോ, ആ ലെയറിൻ്റെ ഇടയിൽ ആ ലെയറിൻ്റെ പ്രോട്ടോകോളും കൂടി എഴുതുക. വിച്ച് മീൻസ് if this is application, just write application protocol. If this is presentation, write presentation protocol. Session protocol. Transport protocol. So ആ ഒരു 7 ലെയേഴ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിഗറിലൂടെ മാത്രം ഒരു 3 to 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എങ്ങനെ? സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ആ ലെയേഴ്സിനെ ലിസ്റ്റ് ചെയ്യണം. 7 ലെയേഴ്സ് ഉണ്ടെന്ന് പറയാം, ആ 7 ലെയേഴ്സ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇഫ് പോസിബിൾ ജസ്റ്റ് ഡ്രോ ദിസ് ഫിഗർ.
ഇങ്ങനെ ഒന്നുകിൽ ലിസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഫിഗർ വരക്കാം. അതിനുശേഷം എല്ലാം ഓരോ ലെയർ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഈ ഒരു ഫിഗർ കൂടി വരക്കുക. സെയിം ഫിഗർ തന്നെ ബട്ട് ഹോസ്റ്റ് എ ഹോസ്റ്റ് ബി ആയിട്ട് കാണിക്കുക. ആ ഓരോ ലെയറിലും എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് കാണിക്കുക. ആ ലെയേഴ്സിന്റെ ഇടയിലുള്ള പ്രോട്ടോകോൾ എന്താണെന്ന് കാണിക്കുക. ഓക്കെ, സോ ഒരു 9 മാർക്കിന് ചോദിച്ചാൽ ഒരു 3 to 4 മാർക്സ് ഈ ഫിഗറിന് മാത്രമായിരിക്കും. ബാക്കിയുള്ള 5 മാർക്സ് ആയിരിക്കും ഈ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഉണ്ടാവുക. ഓക്കെ, സോ ISO OSI റെഫറൻസ് മോഡൽ എന്നുള്ള കൺസെപ്റ്റ് ഓക്കെ ആണോ? ISO OSI റെഫറൻസ് മോഡൽ കൺസെപ്റ്റ് ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. OSI റെഫറൻസ് മോഡൽ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, നമുക്ക് എന്നാല് ഓരോ ലെയറിന്റെയും കീ പോയിന്റ്സ് മാത്രം ഒന്ന് പറയാം. ഫസ്റ്റ് ലെയർ ഫിസിക്കൽ ലെയർ മീൻസ് ബോട്ടം എന്ന് പറയുകയാണെങ്കിൽ ഫിസിക്കൽ ലെയറിന്റെ അകത്തുള്ള എന്താണ് നമ്മൾ കീ പോയിന്റ് എഴുതുക. ബാക്കി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. കീ പോയിന്റ്സ് എന്താണ് അതിൽ വേണ്ടത്? ആ ഒരു ടേം എന്തായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നിങ്ങൾ ടൈപ്പ് ചെയ്തതാണ്. സോ അത് കംപ്ലീറ്റ് ഒന്ന് 7 ലെയറിനും കൂടി നമുക്ക് പറയാം. സോ ഫസ്റ്റ് ലെയർ ഫിസിക്കൽ ലെയർ ഡീൽസ് വിത്ത് bits, okay, bits or electrical and mechanical specification of data. Then second layer data link layer. Data link layer. Second layer data link layer എന്താ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞതാണ് ഓൾറെഡി. നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീണ്ടും ചോദിക്കുന്നതാണ്. Second layer deals with or deals data in the form of frames. And here the major design issue framing, flow control, error control ഒക്കെയാണ് ഇതിന്റെ major design issue. Third layer network layer. ആ network layer deals with packets. Okay, പാക്കറ്റ്സ്. അതുകൊണ്ട് തന്നെ ഈ പാക്കറ്റ്സിന്റെ റൂട്ടിംഗ് ഒക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡിസൈൻ ഇഷ്യൂ. ഫോർത്ത് ലെയർ ട്രാൻസ്പോർട്ട് ലെയർ. ട്രാൻസ്പോർട്ട് ലെയർ എന്താ ചെയ്യുന്നത്? മുകളിൽ നിന്നുള്ള ഡാറ്റ എടുത്തിട്ട് താഴെ ഇതിലോട്ട് കൊടുക്കുന്നു. എങ്ങനെയാണ് കൊടുക്കുന്നത്? ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. സോ അതിന്റെ ഫംഗ്ഷനാലിറ്റി എന്താണ്? സെഗ്മെന്റേഷൻ ആൻഡ് റീ അസംബ്ലിങ് ആയിരിക്കും. അതൊക്കെ മുകളിൽ നിന്ന് ബാക്കറ്റ് എടുക്കുന്നു, സെഗ്മെന്റേഷൻ ചെയ്യുന്നു, തൊട്ട് താഴെ ലെയറിന് കൊടുക്കുന്നു. സോ സെഗ്മെന്റേഷൻ ആൻഡ് റീ അസംബ്ലിങ്. ഓക്കെ, ഇവിടെയും ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. TCP UDP ഒന്ന് മെൻഷൻ ചെയ്യുക. ഫൈൻ. Then session layer. Session layer means establish session between two different machines. Next layer presentation layer. Presentation layer ന്റെ അതിലെ കീ പോയിന്റ്സ് എന്താണ്? അല്ലെങ്കിൽ നമ്മൾ അവിടെ വെക്കേണ്ട പോയിന്റ്സ് എന്താണ്? 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യൂ. എന്താണ് പ്രസന്റേഷൻ ലെയർ? യെസ്, സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ്. ഇതാണ് ഏറ്റവും കീ പോയിന്റ്, സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ്. ഓക്കെ, മനസ്സിലായി. സോ സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ് എന്നുള്ള പോയിന്റ് ഇതിൽ വേണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ദെൻ നിങ്ങൾക്ക് എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ, കംപ്രഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം, എക്സ്പാൻഷൻ എന്നുള്ള കാര്യവും പറയാം. ആൻഡ് ഫൈനലി ആപ്ലിക്കേഷൻ ലെയർ ഇസ് ദ ഹയർ ലെയർ പ്രോട്ടോകോൾ. ഈ ഹയർ ലെയർ പ്രോട്ടോകോളിന്റെ എല്ലാ യൂസർ ലെവൽ ഇന്ററാക്ട് ചെയ്യുന്ന എല്ലാ ഹയർ ലെയർ പ്രോട്ടോകോളും ഇവിടെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു 9 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ആകെ ബാക്കിയുള്ളത് എങ്ങനെയാണ് ഇതിന്റെ ഓർഡർ ഒന്ന് കറക്റ്റ് തെറ്റിപ്പോകാണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് നോക്കുക. സീക്രട്ട് പാസ്വേഡ് ആരോടും ഷെയർ ചെയ്യാൻ പാടില്ല എന്നെങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? സീക്രട്ട് പാസ്വേഡ് ആരോടും ഷെയർ ചെയ്യാൻ പാടില്ല. ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ടൈപ്പ് ചെയ്തേ. നമ്മുടെ സീക്രട്ട് പാസ്വേഡ് ആരുമായിട്ടും ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ പറയാൻ പാടില്ല എന്ന് നമുക്കറിയാം. ഓക്കെ, അതെങ്ങനെ നമ്മൾ ഒന്ന് ഇംഗ്ലീഷ് വേർഡ്സ് ആക്കി എഴുതുക? ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്തോ.
പ്ലീസ് ഡോണ്ട് ഷെയർ യുവർ പാസ്വേഡ്. ഓക്കെ, പ്ലീസ് ഡോണ്ട് ഷെയറിന് പകരം നമുക്ക് ടെൽ എന്ന് പറയാം. ഓക്കെ, പറയരുത് എന്നുള്ള രീതിയിൽ പറയാം. പ്ലീസ് ഡോണ്ട് ടെൽ പാസ്വേഡ്, ആരോടും പറയരുത് എന്നുള്ള രീതിയിൽ എനിവൺ എന്നും വെക്കാം. ഓക്കെ, സോ പ്ലീസ് ഡോണ്ട് ടെൽ സീക്രട്ട് പാസ്വേഡ് എനിവൺ. പ്ലീസ് ഡു നോട്ട് സീക്രട്ട് ആയിട്ടുള്ള പാസ്വേഡ് ആരോടും പറയാം, മീൻസ് ഷെയർ ചെയ്യാൻ പാടില്ല. സോ പ്ലീസ് ഡു നോട്ട് ടെൽ സീക്രട്ട് പാസ്വേഡ് എനിവൺ എന്നുള്ള സെന്റൻസ് മാത്രം ആലോചിച്ചാൽ മതി. പി പ്രസന്റേഷൻ, ഡി ഡാറ്റ ലിങ്ക്, എൻ നെറ്റ്വർക്ക്, ടി ട്രാൻസ്പോർട്ട്, എസ് സെഷൻ, പി പ്രസന്റേഷൻ, എ ആപ്ലിക്കേഷൻ. ഈ ഒരു സെന്റൻസ് ആലോചിച്ച് തന്നെ കറക്റ്റ് ഓർഡറിൽ തെറ്റാതെ നിങ്ങൾക്ക് ഇത് എഴുതാൻ വേണ്ടി പറ്റും. പ്ലീസ് ഡു നോട്ട് ടെൽ സീക്രട്ട് പാസ്വേഡ് എനിവൺ. ഓക്കെ, സോ ഇത്രയാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 9 മാർക്ക് ക്വസ്റ്റ്യൻ ഈസിലി ആയിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഈ ഒരു ISO OSI റെഫറൻസ് മോഡൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു മോഡലും കൂടി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അത് സെക്കൻഡ് പ്രോട്ടോകോൾ ആണ് നിങ്ങൾക്കുള്ളത്, TCP/IP റെഫറൻസ് മോഡൽ. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു 80 അല്ലെങ്കിൽ 70% essay ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് ISO OSI റെഫറൻസ് മോഡലാണ്. ദെൻ ബാക്കിയുള്ള 1-2 പ്രാവശ്യം ഈ TCP/IP റെഫറൻസ് മോഡലും വന്നിട്ടുണ്ട് ഈ ISO OSIക്ക് പകരം. Okay, so ഈ TCP/IP റെഫറൻസ് മോഡൽ ഈസ് ഓൾസോ അനദർ റെഫറൻസ് മോഡൽ. ഈ ISO OSI എന്ന് പറയുന്നത് ARPANET എന്ന് പറയുന്ന ഏർലി നെറ്റ്വർക്കിൻ്റെ അകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് കൊണ്ടുവന്ന ഒരു റെഫറൻസ് മോഡലാണ്. ARPANET മീൻസ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏർലി നെറ്റ്വർക്ക് ആയിരുന്നു. അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇപ്പോഴുള്ള ഇന്റർനെറ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. സോ ഏറ്റവും സ്റ്റാർട്ടിംഗ് ഉള്ള സെയിം ടൈപ്പ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെഷീൻസിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് ആയിരുന്നു ARPANET. ആ ARPANETന് വേണ്ടി ഡിസൈൻ ചെയ്തതായിരുന്നു മെയിനായിട്ട് OSI റെഫറൻസ് മോഡൽ. ബട്ട് ലേറ്റർ ദ സാറ്റലൈറ്റ് ആൻഡ് റേഡിയോ നെറ്റ്വർക്ക് വെയർ ആഡഡ്. ആ സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോളിന് ഈ ISO OSI റെഫറൻസ് മോഡലൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. സോ ആ സിറ്റുവേഷൻ്റെ അകത്ത് ഒരു പുതിയൊരു ആർക്കിടെക്ചറൽ റെഫറൻസ് മോഡലിൻ്റെ ആവശ്യം വന്നു. അങ്ങനെ ഉണ്ടായ റെഫറൻസ് മോഡലാണ് TCP/IP റെഫറൻസ് മോഡൽ. ഓക്കെ, സോ ISO ബേസിക് ആയിട്ട് ആദ്യം വന്ന റെഫറൻസ് മോഡലാണ് OSI, ബട്ട് ഇറ്റ്സ് മെയിൻലി ഫോക്കസിങ് ഓൺ ARPANET. സെയിം ടൈപ്പ് നെറ്റ്വർക്ക് ഉള്ള മീൻസ് ഇപ്പം നമുക്ക് ലാർജ് നമ്പർ ഓഫ് ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് ഉണ്ട്. ആ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാം ഒരേ ടൈപ്പ് നെറ്റ്വർക്ക്സ് ആയിരിക്കും ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു മോഡലായിരുന്നു OSI റെഫറൻസ് മോഡൽ. ബട്ട് ലേറ്റർ വെൻ സാറ്റലൈറ്റ് ആൻഡ് റേഡിയോ നെറ്റ്വർക്ക് ആഡ് ചെയ്ത സമയത്ത് അതിൻ്റെ അകത്തുള്ള പ്രോട്ടോകോൾ വെച്ച് മാത്രം ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. സോ അങ്ങനെ കൊണ്ടുവന്ന ഒരു പുതിയ റെഫറൻസ് മോഡലാണ് TCP/IP റെഫറൻസ് മോഡൽ. Here only 4 layers are there. First one is host to network, second one internet layer, third one transport layer, and fourth one application layer. ഇങ്ങനെ 4 തരത്തിലുള്ള ലേയേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ഇപ്പോഴും ഇത് മനസ്സിലാക്കേണ്ടത് റെഫറൻസ് മോഡൽ മാത്രമാണ്. ഈ റെഫറൻസ് മോഡലിനെ ബേസ് ചെയ്തിട്ട് ഓരോ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുക. ജസ്റ്റ് ആസ് എ റെഫറൻസ് മാത്രമാണ് ഇത് എടുക്കുന്നത്. സോ ദർ ആർ 4 layers in TCP/IP റെഫറൻസ് മോഡൽ: host to network, transport, and application. Okay, the host to network. First network is host to network. Actually, the host to network is a big void. Big void means അവിടെ സ്പെഷ്യലായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന പ്രോട്ടോകോൾ മാത്രമേ യൂസ് ചെയ്യാവൂ എന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് ഡിസൈനേഴ്സിന് തീരുമാനിക്കാം അവിടെ എന്ത് വേണം. അത് ഫിസിക്കൽ ലെയർ, ഡാറ്റ ലെയറിൻ്റെ അതുള്ള ഫംഗ്ഷനാലിറ്റീസ് എന്തൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കണം എന്നൊക്കെ ഡിസൈനേഴ്സിന് തീരുമാനിക്കാം. സോ അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കാണ് അല്ലെങ്കിൽ ഒരു ലെയർ ആണ് ഹോസ്റ്റ് ടു നെറ്റ്വർക്ക്. ഇറ്റ്സ് എ ബിഗ് വോയിഡ്. ഇറ്റ് ഡസൻറ്റ് സേ മച്ച് അബൌട്ട് വാട്ട് റിയലി ഹാപ്പൻസ് ഹിയർ. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമേ ചെയ്യാവൂ, ഇന്ന പ്രോട്ടോകോൾ മാത്രമേ യൂസ് ചെയ്യാവൂ എന്ന് ഇത് പറയുന്നില്ല. ദാറ്റ് ക്യാൻ ബി ഡിസൈഡഡ് ബൈ ദ ഡിസൈനേഴ്സ് ഓഫ് ദ നെറ്റ്വർക്ക്. ഓക്കെ, ഇവിടെ ഇത് ചെയ്യുന്നത് ഹോസ്റ്റിന് സം പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ട് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം IP പാക്കറ്റ്സിന് സെൻഡ് ചെയ്യാം. ഇത് മാത്രമേ ഈ ഒരു ലെയർ മെയിനായിട്ടും എടുത്തു പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ ഡിസൈനേഴ്സിന് ഡിസൈഡ് ചെയ്യാം എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്യുക എന്നുള്ളത്. അല്ലാതെ ഇന്ന പ്രോട്ടോകോൾ മാത്രമേ ഫോളോ ചെയ്യുക എന്ന് പറയുന്നില്ല. ആകെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് IP പാക്കറ്റ്സ്. ഈ TCP/IP IP ഡാറ്റ അല്ലെങ്കിൽ IP പാക്കറ്റ്സിനെ മാത്രമേ ഡീൽ ചെയ്യുള്ളൂ. സോ ഇങ്ങനെയുള്ള IP പാക്കറ്റ്സിനെ ഹോസ്റ്റ് മീൻസ് നമ്മുടെ യൂസർ ഡിവൈസിൽ നിന്ന് നെറ്റ്വർക്കിലോട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ,
പ്രത്യേകിച്ച് പ്രോട്ടോകോളൊന്നും ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ദാറ്റ് പ്രോട്ടോകോൾസ് വേരീസ് ഫ്രം നെറ്റ്വർക്ക് ടു നെറ്റ്വർക്ക് ആൻഡ് ഹോസ്റ്റ് ടു ഹോസ്റ്റ്. അങ്ങനെയുള്ള ഒന്നാമത്തെ ലെയറാണ് ഹോസ്റ്റ് ടു നെറ്റ്വർക്ക്. സെക്കൻഡ് ലെയറാണ് ഇന്റർനെറ്റ് ലെയർ. ഈ ഇന്റർനെറ്റ് ലെയർ ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദ നെറ്റ്വർക്ക് ലെയർ ഇൻ ദ OSI റെഫറൻസ് മോഡൽ. ഓക്കെ, ഇതും പറയുന്നത് ഹോസ്റ്റ് പാക്കറ്റ്സിനെ നെറ്റ്വർക്കിലോട്ട് ഇൻജെക്ട് ചെയ്യുന്നു, അതിനുശേഷം ആ പാക്കറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഫ്ലോ ചെയ്തിട്ട് ഡെസ്റ്റിനേഷനോട്ട് എത്തുന്നു. ഇൻഡിപെൻഡൻ്റ്ലി ഫ്ലോ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു കണക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സർവീസ് ആയിരിക്കില്ല. ഇത് കണക്ഷൻ ലെസ് ആയിട്ടുള്ള ഒരു ഡാറ്റാഗ്രാം സർവീസിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ പ്രീ ഡിഫൈൻഡ് പാത്ത് വഴി ഇങ്ങനെ മാത്രമേ പോകാവൂ എന്നൊന്നും പറയുന്നില്ല. സോ ഡാറ്റാഗ്രാം നെറ്റ്വർക്കാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. സോ ഡാറ്റാഗ്രാം നെറ്റ്വർക്കിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താ? ഒരു കറക്റ്റ് ഓർഡർ ഡെലിവറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് എല്ലാം ഒന്നാമത്തെ മെസ്സേജിന്റെ പിന്നാലെ തന്നെ രണ്ടാമത്തത് മൂന്നാമത്തത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തതാണ്. സോ വി കനോട്ട് എക്സ്പെക്ട് ദ ഇൻഓർഡർ ഡെലിവറി. ഇൻഓർഡർ ഡെലിവറി ആവശ്യമുള്ള സമയത്ത് അത് ഹയർ ലെയർ പ്രോട്ടോകോൾസിന്റെ ഡ്യൂട്ടിയാണ് കറക്റ്റ് രീതിയിൽ ഓർഡർ ചെയ്യുക എന്നുള്ളത്. വിച്ച് മീൻസ് സീക്വൻസ് നമ്പർ ഒക്കെ വെച്ചിട്ട് കറക്റ്റ് രീതിയിൽ ഓർഡർ ചെയ്യുക എന്നുള്ളത് ഹയർ ലെയറിന്റെ ഡ്യൂട്ടിയാണ്. ഇന്റർനെറ്റ് ലെയർ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. IP പാക്കറ്റ്സിനെ ഹോസ്റ്റിൻ്റെ അകത്തുനിന്ന് നെറ്റ്വർക്കിലോട്ട് ഇൻജെക്ട് ചെയ്തിട്ട് അതിനെ ഇൻഡിപെൻഡൻ്റ്ലി ഡെസ്റ്റിനേഷനോട്ട് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ IP പ്രോട്ടോകോൾ മാത്രമാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. അതൊന്ന് ആലോചിക്കുക. IP പ്രോട്ടോകോളാണ് ഇത് മെയിനായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത്. ഈ IP പാക്കറ്റ്സിനെ ഡെസ്റ്റിനേഷനിലോട്ട് ഇൻഡിപെൻഡൻ്റ്ലി ഫ്ലോ ചെയ്തിട്ട് എത്തിക്കുക എന്നതാണ് ഇന്റർനെറ്റ് ലെയറിന്റെ ഡ്യൂട്ടി. തേർഡ് ലെയർ ഈസ് ട്രാൻസ്പോർട്ട് ലെയർ. ട്രാൻസ്പോർട്ട് ലെയർ ഈസ് ദ ലെയർ എബോവ് ഇന്റർനെറ്റ് ലെയർ. മോഡുള്ള ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ, സെയിം ആസ് OSI. ഇവിടെ രണ്ട് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് TCP ആൻഡ് സെക്കൻഡ് വൺ ഈസ് UDP. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് ലെയർ ആപ്ലിക്കേഷൻ ലെയർ. ഈ ആപ്ലിക്കേഷൻ ലെയറും നമ്മുടെ OSI ലെയറിലുള്ള പോലെ തന്നെയാണ്. OSI ലെയറിൽ പ്രസന്റേഷൻ ലെയറും സെഷൻ ലെയറും ഉണ്ടായിരുന്നു. ബട്ട് ഇൻ TCP/IP റെഫറൻസ് മോഡൽ ദോസ് ലെയേഴ്സ് ആർ ആബ്സെന്റ്. ഈ ആപ്ലിക്കേഷൻ ലെയറിൽ എല്ലാ ഹയർ ലെയർ പ്രോട്ടോക്കോളും ആയിരിക്കും ഉണ്ടായിരിക്കുക. ലൈക്ക് ടെൽനെറ്റ്, SMTP, HTTP, HTTPS പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള ലെയേഴ്സ് ആണ് ആപ്ലിക്കേഷൻ ലെയർ. ഈ 4 ലെയേഴ്സ് ചേർന്നതാണ് TCP/IP റെഫറൻസ് മോഡൽ. ദെൻ ഫൈനലി നിങ്ങൾ ഈ ഒരു ഫിഗറും കൂടി വരക്കണം. ഫിഗർ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഹോസ്റ്റ് നെറ്റ്വർക്ക് ലെയർ, ഇന്റർനെറ്റ് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ അത് കാണിക്കുക. ഓരോ ലെയറിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഹോസ്റ്റ് നെറ്റ്വർക്കിൻ്റെ അകത്ത് സോണറ്റ്, ഇങ്ങനെയുള്ള എതർനെറ്റ് പോലെയുള്ള മെക്കാനിസംസ് അല്ലെ പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇന്റർനെറ്റിൻ്റെ അകത്ത് IP ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് ലെയറിൽ TCPയും UDPയും ഉണ്ട്. ആപ്ലിക്കേഷൻ്റെ അകത്ത് HTTP, DNS, HTTPS പോലെയുള്ള ഡിഫറെൻറ്റ് ഹയർ ലെയർ പ്രോട്ടോകോൾ യൂസ് ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ദ 2 റെഫറൻസ് മോഡൽസ്. ഇതിൽ ISO OSI വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. TCP/IPയും എക്സാമിന് ചോദിക്കാം. essay ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കാം. ഓക്കെ, സോ എല്ലാം മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതണം. OSI റെഫറൻസ് മോഡൽ ആണെങ്കിൽ എന്താണ് OSI റെഫറൻസ് മോഡൽ? 7 ലെയേഴ്സ് ലിസ്റ്റ് ചെയ്യുക. ഓരോ ലെയേഴ്സിനെയും മാർക്കിനനുസരിച്ചിട്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുക. ഫൈനലി ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിഗർ വരയ്ക്കുക. ഓക്കെ, ഫിഗർ ആ ഒരു 7 ലെയർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ 2 ഫിഗറും വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ദെൻ ആകെയുള്ള കാര്യം ആ ഒരു ഓർഡർ തെറ്റിപ്പോകാൻ പാടില്ല. കറക്റ്റ് ഓർഡറിൽ തന്നെ പേര് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കീവേഡാണ് ഈ ഒരു സെൻറ്റൻസ്. പ്ലീസ് ഡു നോട്ട് ടൈം സീക്രട്ട് പാസ്വേഡ് എനിവൺ. അപ്പം P ഫിസിക്കൽ ലെയർ, D ഡാറ്റ ലിങ്ക് ലെയർ, N നെറ്റ്വർക്ക് ലെയർ, T ട്രാൻസ്പോർട്ട് ലെയർ, S സീക്രട്ട് ലെയർ, P പ്രസന്റേഷൻ ലെയർ, A ആപ്ലിക്കേഷൻ ലെയർ. അതിനുശേഷം TCP/IP റെഫറൻസ് മോഡൽ. TCP/IP റെഫറൻസ് മോഡൽ OSI റെഫറൻസ് മോഡൽ ARPANET-ന് വേണ്ടിയുള്ളതായിരുന്നു. ARPANET മീൻസ് ഏർലി നെറ്റ്വർക്ക് ആയിരുന്നു. സിമിലർ ടൈപ്പ് നെറ്റ്വർക്ക്സിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ നെറ്റ്വർക്ക്. ഓക്കെ, ദെൻ സാറ്റലൈറ്റ് റേഡിയോ നെറ്റ്വർക്ക് ഒക്കെ വന്നപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. സോ ഒരു പുതിയ മോഡൽ ആവശ്യം വന്നു. അങ്ങനെയാണ് TCP/IP റെഫറൻസ് മോഡൽ ഉണ്ടാക്കിയത്. There are 4 layers: host to network, internet layer, transport layer and application layer. Host to network is a big void എന്നുള്ള കാര്യം പറയാം. അവിടെ ഡിസൈനേഴ്സിന് ഡിസൈഡ് ചെയ്യാം. ആകെയുള്ള കാര്യം ഹോസ്റ്റിൻ്റെ അകത്തുനിന്നും IP പാക്കറ്റ്സിന്, ആ പോയിന്റ് എന്തായാലും ഓർമ്മിക്കണം, IP പാക്കറ്റ്സ്, കാരണം ഇത് IP പാക്കറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. IP പാക്കറ്റ്സിനെ നെറ്റ്വർക്കിലോട്ട് ഇൻജെക്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം പ്രോട്ടോകോൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. Things varies from network to network and host to host that can be decided by the designers. Internet layer
ഇന്റർനെറ്റ് ലെയർ പറയുന്നത് നമ്മുടെ IP പാക്കറ്റ്സ് അല്ലെങ്കിൽ OIC റെഫറൻസിലുള്ളത് പോലത്തെ നെറ്റ്വർക്ക് ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി ആണ്. ബട്ട് IP പാക്കറ്റ്സ് ഇറ്റ് ഡീൽസ് IP പാക്കറ്റ്സിനെ ഹോസ്റ്റിന്റെ അകത്തുനിന്നും നെറ്റ്വർക്കിലോട്ട് ഇൻജെക്ട് ചെയ്യാം, ദെൻ ട്രാവൽ ദം ഓർ റൂട്ട് ദം ഇൻഡിപെൻഡന്റ്ലി ടു ദ ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇൻ ഓർഡർ ഡെലിവറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. So that is the functionality or that is the duty of the higher layer to make the packets in a proper order. Okay. Then transport layer and application layer രണ്ടും OIC reference ഉള്ളതുപോലെ സിമിലർ ആണ്. TCP and UDP രണ്ട് പ്രോട്ടോകോൾ ട്രാൻസ്പോർട്ട് ലെയറിലുണ്ട്. ആപ്ലിക്കേഷൻ ലെയറിൽ എല്ലാ ഹയർ ലെയർ പ്രോട്ടോകോൾസും ഉണ്ടായിരിക്കും. ആൻഡ് ഹിയർ ദ പ്രസന്റേഷൻ ആൻഡ് സെഷൻ ലെയേഴ്സ് ആർ ആബ്സെന്റ്. ആൻഡ് ഫൈനലി ഈ ഒരു ഫിഗർ കൂടി വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് TCP IP ആൻഡ് OIC റെഫറൻസ് മോഡൽ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? TCP IP ആൻഡ് OIC റെഫറൻസ് മോഡൽ ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. TCP IP ആൻഡ് OIC റെഫറൻസ് മോഡൽ ഓക്കെ ആണോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മൊഡ്യൂൾ വെച്ചിട്ട്. ഓക്കെ, ബാക്കിയുള്ളവർ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ടോപ്പിക്സ് ഓക്കെ ആണോ? ഓക്കെ, ഇന്ന് ഇത്ര എടുക്കാം. ബാക്കി നമുക്ക് ഒരു ക്ലാസ് കൊണ്ട് ഇത് ബാക്കി തീർക്കുകയും ചെയ്യാം. ഒരു ഓവർവ്യൂ, ഈ മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ ഓവർവ്യൂ പറയാം. 2-3 ഈ ഒരു മൊഡ്യൂളിൽ ബാക്കിയുള്ളൂ. പ്ലസ് ഒരു ഈ കംപ്ലീറ്റ് മൊഡ്യൂളിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്തിട്ട് ഈ ഒന്നാമത്തെ മൊഡ്യൂൾ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിലും എന്തായാലും എല്ലാവരും അറ്റൻഡ് ആവുക. ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് അന്നേരം ക്ലിയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആകാശ് absent. Abhinav. Present, sir. Okay. Adarsh Abdir. Present, sir. Okay. Ajmal Akhil. Present, sir. Present. Okay. Anagha Anjali. Present, sir. Present, sir. Okay. Anugrah Hatin. Present, sir. Present, sir. Okay. Atul Deviga. Atul Deviga. Okay. Dilna Masna. Present, sir. Okay. Jasna Karthik Kirtana. Present, sir. Present, sir. Okay. Sinan Ijaz Nafa. Present, sir. Ijaz absent. Neha Nitin Pranave. Present, sir. Okay. Pranav. Okay. Pranav C. Raisa Rasana. Okay. Rustin Roshan Salabi. Present, sir. Okay. Rustin Roshan absent. Sahalayan Sangeet Saran. Present, sir. Present, sir. Okay. Sharun Shraddha Vishnu. Present, sir. Present, sir. Okay. Vaishnavi Srishma Anjita Sharona. Okay, Sharona. Roshan, okay. Sharona. Okay. Okay then. Thank you.